എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ബാലനെ മക്കളെല്ലാവരും ചേർന്ന് സുന്ദര കുട്ടപ്പനാക്കിക്കൊണ്ടിരിക്കുകയാണ്. കരിയൊക്കെ വാരി താടിയിലും തലയിലും ഒക്കെ തേക്കുക. ഹോ, ഞങ്ങളുടെ അച്ഛൻ ഒരു സുന്ദരൻ തന്നെ എന്ന് ആരും പറയാ. എൻ്റെ അച്ഛനെ ഞാൻ ഒന്നും കൂടി സുന്ദരനാക്കട്ടെ എന്നും പറഞ്ഞ് ആനന്ദ് കയ്യിൽ കുറച്ചും കൂടി കരിയെടുത്ത് ബാലൻ്റെ കവിള് തേച്ച് പിടിപ്പിക്കുക. ഹോ, ഇപ്പോൾ അച്ഛനെ കണ്ട സിനിമാ നട മാറി നിൽക്കും എന്ന് പറയാം. എടാ, നിങ്ങളിങ്ങനെ വാചകം പഠിച്ച് സമയം കളയാതെ എൻ്റെ അളിയനെ വേഗം ചുന്ദരനാക്കടാ എന്ന് നമ്മുടെ ധർമ്മൻ ആകെ നാക്ക് കുഴഞ്ഞു പറയണം കേട്ടോ. മാമ ധൃതി പിടിക്കാതെ, ഞങ്ങൾ അച്ഛനെ സുന്ദരനാക്കിക്കൊണ്ടിരിക്കുമല്ലേ. അച്ഛൻ ഇപ്പം തന്നെ സുന്ദര കുട്ടപ്പനായി. ഇനി കുറച്ചും കൂടി തേച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ മമ്മൂട്ടി മാറി നിൽക്കും എന്ന് ആര്യം പറയൂട്ടോ. ഇതേ സമയം ദേവമംഗലത്ത് നമ്മുടെ ഉദയഭാനു പമ്മി വരിക. ഏതു പൂച്ച വന്നാലും ഈ ഉദയഭാനു ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറില്ല. എങ്ങനെയെങ്കിലും ബാലൻ്റെ റൂമിൽ കടന്നു പറ്റി 10 ലക്ഷം രൂപയുടെ സ്വർണം കൊണ്ടേ ദേവമംഗലത്ത് നിന്ന് ഞാൻ മടങ്ങിപ്പോകുള്ളൂ എന്ന് ഉദയഭാനു മനസ്സിൽ പറയണം കേട്ടോ. ഇതേ സമയം നമ്മുടെ സുകന്യയ്ക്കും ഓർക്കുമില്ലാതെ പ്രീമിയം സിംഗപ്പൂർ ലൈസൻസിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഉദയഭാനു സാർ കിടന്ന് കാണുമോ? ഈ പ്രീമിയം ലൈസൻസിന് ഏകദേശം എത്ര രൂപ കൂടി വേണ്ടി വരും? അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ അവസരം കിട്ടി േയില്ല. ചിലപ്പം ഉറങ്ങിക്കാണില്ല. ഈ കോടീശ്വരന്മാരൊക്കെ കുറച്ച് വൈകിയേ ഉറങ്ങുള്ളതാണല്ലോ പൊതുവെ കേട്ടുകേൾവി. ഒന്ന് റൂമിൽ പോയി നോക്കിയാലോ, എന്നിട്ട് എത്ര രൂപ ആകുമെന്ന് അറിഞ്ഞാലേ എനിക്കിന്ന് സമാധാനത്തോടെ കിടക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് സുകന്യ നമ്മുടെ ഉദയഭാനുവിനെ തപ്പി എഴുന്നേറ്റ് വരിക. ഇതേസമയം ഉദയഭാനു പതിയെ ബാലൻ്റെ റൂമിലേക്ക് കടക്കാൻ നോക്കുമ്പോഴാണ് നമ്മുടെ സുകന്യ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റൊക്കെ ഓണാക്കിക്കൊണ്ട് പതിയെ കടന്നു വരുന്നത്. എൻ്റെ ഈശ്വര, വന്ന് ഇവളുടെ മുന്നിൽ തന്നെ ഞാൻ വന്ന് പെട്ടല്ലോ എന്ന് ചോദിക്കുക. അല്ല, ഉദയഭാനു സാർ എന്താ ഈ രാത്രിയിൽ ഇങ്ങനെ തേരപ്പാര നടക്കുന്നേ? നമ്മുടെ സുകന്യ ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉദയഭാനു പറയും, അയ്യോ അത് പിന്നെ അത് മോളെ, രാത്രി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇരുട്ടത്ത് കുറച്ച് സമയം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അത് ആരോഗ്യത്തിന് വളരെ നല്ലതാ. ഇരുട്ടത്ത് നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ? ഇതെവിടുത്തെ ആചാരമാ എന്ന് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സുകന്യ ചോദിക്കും കേട്ടോ. അത് സിംഗപ്പൂരിലെ ആചാരമാ. അവിടെ ഉള്ളവരൊക്കെ ആഹാരം കഴിച്ച ശേഷം ഇരുട്ടത്ത് കുറച്ച് സമയം ഇങ്ങനെ നടക്കും. അല്ല, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ ഗുണം? അത് ഈ ഇരുട്ടെന്ന് പറയുന്നത് നിശബ്ദതയാണല്ലോ മോളെ. അതതെ. ഈ നിശബ്ദതയിൽ നമ്മൾ ഇങ്ങനെ നടക്കുന്നത് മനസ്സിൻ്റെ ഏകാഗ്രത കൂട്ടും, അതുപോലെ തന്നെ ബുദ്ധിശക്തിയും കൂട്ടുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ സിംഗപ്പൂരുള്ള ആൾക്കാരെല്ലാം ഇതുപോലെ രാത്രി നടക്കുന്നത്. അതുകൊണ്ടല്ലേ അവിടെ ഉള്ളവർക്കൊക്കെ ഇത്രയ്ക്ക് ബുദ്ധിയും ഇത്ര വികസനമുള്ള രാജ്യമായിട്ടത് മാറിയതും. അതുകൊണ്ട് ഞാനും ഇപ്പോൾ ഇതൊരു ശീലമാക്കിയിരിക്കുക. മോളും ഇങ്ങനെ നടന്നോ? മോൾ എൻ്റെ കൂടെ അപ്പോഴത്തേക്കും പെട്ടെന്ന് സുകന്യ പറയും, ഞാനെന്നാൽ അങ്കിളിൻ്റെ കൂടെ നടക്കാം. അത് വേണ്ട, തന്നെ നടക്കണമെന്നാ ഇതിൻ്റെ ശാസ്ത്രം. മോള് റൂമിൽ പോയി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി. അതെയല്ലേ? അല്ല, എത്ര സമയം ഇങ്ങനെ നടക്കണം എന്നപ്പോൾ വീണ്ടും സുകന്യ ചോദിക്കുത്തോ. അത് ആദ്യമൊക്കെ ഒരു അരമണിക്കൂർ നടന്നാൽ മതിയാകും. പിന്നെ ക്രമേണ സമയം കൂട്ടി വരണം. ഞാനിപ്പം 1.5 മണിക്കൂർ ഇങ്ങനെ നടക്കാറുണ്ട് എന്ന് പറയണം. അവളുടെ ഒരു സംശയം എന്ന് ഉദയഭാനു അപ്പം മനസ്സിൽ പറയാണ് കേട്ടോ. എന്നാൽ ശരി അങ്കിളെ, ഞാനെന്നാൽ പോയി നടക്കാം എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കുവാണേ. ശല്യം പോയി കിട്ടി എന്ന് ഉദയഭാനു വീണ്ടും മനസ്സിൽ പറയും. അല്ല, ഞാൻ ചോദിക്കാൻ വന്ന കാര്യം മറന്നുപോയി. ഇവക്ക് ഉറക്കോ ഇല്ലേ? എന്താ മോൾ എന്താ ചോദിക്കാൻ വന്നത്? അത് ഈ സിംഗപ്പൂർ ലൈസൻസ് പ്രീമിയം അതിന് എത്ര രൂപയാകും എന്ന് ചോദിക്കാനാണ് വന്നത്. ഇനി ഞാൻ എത്ര രൂപ കൂടി തന്നാൽ എനിക്ക് ആ ലൈസൻസ് സ്വന്തമാക്കാൻ പറ്റും? അതായിരുന്നോ കാര്യം? അതിന് ഏകദേശം 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ കൂടി മോൾ എൻ്റെ കൈക്കൊണ്ട് തന്നാൽ പ്രീമിയം സിംഗപ്പൂർ ലൈസൻസ് മോൾക്ക് ഞാൻ വാങ്ങി തന്നിരിക്കും. അല്ല, അതിന് യുദ്ധമൊന്നും ഒരു പ്രശ്നമാകില്ലല്ലോ അല്ലേ? പിന്നെ അതിന് യുദ്ധമൊന്നും ഒരു പ്രശ്നമല്ല. കാശ് കൊടുത്താൽ പ്രീമിയം ലൈസൻസ് അവർ ഉറപ്പായിട്ടും തന്നിരിക്കും. മോള് വളർന്നു വരുന്നൊരു ബിസിനസ് മാഗ്നറ്റ് ആണല്ലോ. അതുകൊണ്ട് എത്രയും വേഗം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ കൂടെ ഇരുട്ടത് നടക്കുക. അതിനുശേഷം പ്രീമിയം ലൈസൻസും ഞാൻ മോക്ക് നേടി തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം. എനിക്ക് എങ്ങനെയും ആ പ്രീമിയം സിംഗപ്പൂർ ലൈസൻസ് സ്വന്തമാക്കിയേ പറ്റൂ. ഇനി ഇങ്ങനൊരു അവസരം എൻ്റെ മുന്നിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കൊക്കെ എഫേർട്ട് എടുക്കുന്നത് എന്ന് പറയണം കേട്ടോ. അതെനിക്ക് മനസ്സിലായി മോളെ. മോൾ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. പ്രീമിയം ലൈസൻസ് മോക്ക് തന്നെ സ്വന്തം എന്ന് പറയാം. സന്തോഷത്തോടെ സുകന്യ റൂമിലേക്ക് പോവാം. സുകന്യ പോകുന്ന കാണുന്ന ഉദയഭാനു പറയും, അവളുടെ ഒരു പ്രീമിയം ലൈസൻസ് ഇപ്പം കിട്ടും. അവൾക്കൊരു സിംഗപ്പൂർ ലൈസൻസ് കിട്ടിയാലേ അവൾക്ക് സമാധാനം കിട്ടും.
ഇത്രയ്ക്ക് അത്യാഗ്രഹമൊന്നും പെൺകുട്ടികൾക്ക് പാടില്ല. ആ ഇനിയും ആരെങ്കിലും എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ വേഗം ബാലൻ്റെ മുറിയിലേക്ക് പോകാം എന്ന് ഉദയഭാനു തീരുമാനിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ബാലനെ എല്ലാവരും സുന്ദരനാക്കിക്കൊണ്ടിരിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം വീഡിയോ നമ്മുടെ ആകാശ് എടുത്തും വെക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അച്ഛനെ കാണാൻ എത്ര പ്രായം തോന്നുവടാ എന്ന് ആനന്ദ് ആകാശിനോട് ചോദിക്കുക. ഒരു 40 അല്ലെങ്കിൽ ഒരു 45. അപ്പോൾ ആര്യം പറയും ഒരു 35 വയസ്സ്, അതിൽ കൂടൂല. അത് ശരി ആര്യം പറഞ്ഞത് എന്ന് ആകാശ് കുഴഞ്ഞോണ്ട് പറയൂ കേട്ടോ. എടാ മക്കളെ, അച്ഛൻ്റെ പ്രായം അത്രയ്ക്ക് അങ്ങോട്ട് കുറഞ്ഞോടാ എന്ന് ചോദിക്കാം. പിന്നില്ലേ അച്ഛാ എന്ന് ആര്യം പറയാം. ഇപ്പം അച്ഛൻ നല്ല ചെറുപ്പായി, ഞങ്ങളെക്കാളും ചെറുപ്പായി എന്ന് പറയാം. എടാ മക്കളെ എന്ന് ബാലനപ്പം പറയണം കേട്ടോ. ഇത്രയും സ്നേഹമുള്ള നിങ്ങളോട് അച്ഛൻ ഒരുപാട് ദേഷ്യം കാണിച്ചിട്ടുണ്ട്, ക്രൂരമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കടാ, നിങ്ങൾ ഈ അച്ഛനോട് ക്ഷമിക്കടാ. അച്ഛനൊരു അബദ്ധം പറ്റിയതാ. നിങ്ങളുടെ സ്നേഹം അച്ഛന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലടാ. അച്ഛൻ ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് ചില്ലറ ക്രൂരതകളൊന്നുമല്ല എന്ന് ആകാശ് പറയും. അപ്പം ധർമ്മം പറയും മിണ്ടാതിരിയടാ എന്ന്. ആനന്ദ് പറയും മിണ്ടാതിരിയടാ. അച്ഛൻ എന്നെ എത്ര തവണ ചൂരൽ കൊണ്ട് അടിച്ചിട്ടുണ്ട്. ഞാൻ അച്ഛൻ്റെ മോനല്ലേ അച്ഛാ എന്ന് ആരെയും ചോദിക്കുക. മോനെ അച്ഛനോട് ക്ഷമിക്കടാ, അച്ഛന് തെറ്റുപറ്റി പോയടാ. എൻ്റെ മോനെ അച്ഛൻ തല്ലാൻ പാടില്ലായിരുന്നു. എൻ്റെ മോൻ ഈ അച്ഛനോട് ക്ഷമിക്കടാ എന്ന് പറയാം. അളിയാ വിട്ടുകളയളിയാ എന്ന് പറയാം. അളിയൻ അന്നത്തെ ഒരു ആവേശത്തിന് അതൊക്കെ ചെയ്തു പോയതായിട്ട് ആര്യ, അതൊക്കെ മറക്ക്. പക്ഷെ ചൂരൽ കൊണ്ട് അടിച്ചത് മോശമായി പോയ അളിയ എന്ന് ധർമ്മം പറയൂ കേട്ടോ. എടാ ധർമ്മ, നീ എന്നെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കല്ലേടാ. പോട്ടെ അളിയ, ഞാൻ വെറുതെ പറഞ്ഞതാ. നിന്നെ ചൂരലിനെ കൊണ്ട് അടിച്ചതിന് നിന്റെ അച്ഛൻ നിന്നോട് മാപ്പ് ചോദിക്കുന്ന ആരും കുട്ടാ എന്ന് ബാലൻ പറയാം. എൻ്റെ അച്ഛൻ മാപ്പൊന്നും പറയണ്ട, അതെനിക്ക് സങ്കടവാ. ചൂരൽ കൊണ്ട് അച്ഛൻ അടിച്ച ഓരോ അടിയും കൊണ്ടത് എൻ്റെ ദേഹത്താണേലും അത് വേദനിച്ചത് എൻ്റെ അച്ഛൻ്റെ മനസ്സാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ആകാശ് പറയും അയ്യോ പാവം ആര്യൻകുട്ടൻ എന്ന് പറയും കേട്ടോ. എടാ ധർമ്മ, കണ്ടോടാ കേട്ടോടാ എൻ്റെ ആര്യം പറഞ്ഞത്. എൻ്റെ മോന് എൻ്റെ മനസ്സറിയാടാ. അവൻ പറഞ്ഞത് നേരാ. അയ്യോ എൻ്റെ ഈ ചക്കരക്കുട്ടനാണല്ലോടാ ഞാൻ ചൂരലിനടിച്ചത് എന്നും പറഞ്ഞ് ആര്യനെ ഒരു ഉമ്മ കൊടുക്കും കേട്ടോ. എന്നിട്ട് അവനെ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കും. കരയാതെ അളിയ കരയാതെ, സാരമില്ല അളിയ എന്ന് പറയും. അച്ഛൻ എനിക്ക് എത്ര ഉമ്മ വേണമെങ്കിലും തന്നോ എന്ന് ആര്യം പറയും. അപ്പം ആനന്ദ് പറയും അത് നേരാ, അച്ഛൻ ഞങ്ങൾക്ക് എത്ര ഉമ്മ വേണമെങ്കിലും തന്നോ എന്ന് പറയാം. അളിയ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് ധർമ്മം പറയും. നിനക്ക് എന്ത് വേണേലും പറയാം, ധൈര്യമായിട്ട് പറഞ്ഞോ. അളിയനിപ്പം നമ്മളെക്കാൾ ചെറുപ്പമായി. ഇത്രയും സുന്ദരനായ അളിയന് ഇനി ഒരു ചെറുപ്പക്കാരി ഭാര്യ വേണം. നീ എന്താടാ ധർമ്മ ഈ പറയുന്നേ എന്ന് ബാലൻ ചോദിക്കാം. ധർമ്മ, നീ എന്തൊക്കെ ഈ പറഞ്ഞു വരുന്നേ? ഞാൻ അത്ര സുന്ദരനായോ? നിന്റെ ചേച്ചി ഗോമതിയെ ഉപേക്ഷിച്ച് ഞാൻ മറ്റൊരു കല്യാണം കഴിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നേ എന്ന് ചോദിക്കാം. അപ്പം ധർമ്മം പറയും അളിയൻ ഇത്രയും സുന്ദരനായ സ്ഥിതിക്ക് ആ പരട്ട ഗോമതി ചേച്ചിയുടെ ആവശ്യം എന്താ? എപ്പം നോക്കിയാലും ബാലേട്ടാന്ന് വിളിച്ച് പുറകെ നടക്കും. ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഒരു ശല്യമാ. അളിയൻ അറിയാവോ അത് എന്ന് ബാലനോട് ചോദിക്കാം. അളിയാ, ചേച്ചിക്ക് ഇപ്പം ചെറുതായിട്ടൊരു അഹങ്കാരം ഉണ്ട്. ചേച്ചിയാണ് ദോശയുടെ കൂടെ ഇച്ചിരി ചമ്മന്തി തരും. വീണ്ടും കുറച്ചുകൂടി ചോദിച്ചാൽ പറയും പഞ്ചാര ഇട്ട് കഴിക്കടാ എന്ന്. കുടുംബത്തിൽ നല്ലൊരു ചെറുപ്പക്കാരി വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരമാകും. എൻ്റെ ചേച്ചിയുടെ അഹങ്കാരം പോവുകയും ചെയ്യും. അപ്പം ആരും ചോദിക്കും അല്ല മാമ, അമ്മയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനാണോ മാമ പറയുന്നേ എന്ന് ചോദിക്കുക. നിൻ്റെയൊക്കെ ഈ അമ്മ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലേ നമ്മുടെ കുടുംബം ഗതി പിടിക്കൂ. നിങ്ങളുടെ അമ്മയാടാ നമ്മുടെ കുടുംബത്തിൻ്റെ ശാപം എന്ന് പറയാം. അപ്പം ഇതൊക്കെ ആകാശ വീഡിയോ പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരു സുന്ദരിയായ പെൺകൊച്ച് നിങ്ങളുടെ അച്ഛന് കണ്ടുപിടിച്ച് ഈ മനുഷ്യന് നമുക്ക് കെട്ടിച്ചു കൊടുക്കണം. ഇത് നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യും. ഒരു സുന്ദരിയായ യുവതിയെ എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് ഞാൻ കെട്ടിച്ചു കൊടുക്കും. എല്ലാവരെയും നന്നായിട്ട് നോക്കുന്ന ഒരു പെൺകൊച്ച്. എടാ, എൻ്റെ ഈ ചേച്ചിയും അളിയനും തമ്മിൽ എല്ലാം മാറ്റം ഉണ്ടോടാ? അപ്പം ആകാശ് പറയും അച്ഛൻ്റെ ഇപ്പോഴത്തെ സൗന്ദര്യത്തിനെ നമ്മുടെ അമ്മ ഒട്ടും മാച്ചല്ല. അത് മാമൻ പറഞ്ഞത് ശരിയാ. അത് കറക്റ്റ്. വരെ നീ തറവാടി ആയിക്കൊണ്ടിരിക്കുവാടാ ആകാശേ എന്ന് ധർമ്മം പറയൂ കേട്ടോ. അപ്പം നല്ലൊരു പെണ്ണിനെ നമ്മൾ കണ്ടെത്തണം.
ഞാൻ കണ്ടുപിടിക്കും എന്ന് പറയും. എടാ ധർമ്മ, നീ കണ്ടുപിടിക്കുവോടാ, ഉറപ്പാണോ എന്ന് ബാലൻ ചോദിക്കുക. പിന്നെ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. ഞാൻ നല്ല ഒന്നാം തരം ഒരു പെണ്ണിനെ എൻ്റെ അളിയന് വേണ്ടി കണ്ടുപിടിക്കും. അളിയൻ്റെ കല്യാണം മുന്നിൽ നിന്ന് ഞാൻ നടത്തും, ഉറപ്പാ എന്ന് പറയാൻ കേട്ടോ. അപ്പം ആരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണേ. അളിയ, എനിക്കൊരൊറ്റ ഡിമാൻഡേ ഉള്ളൂ. ഈ ചപ്പാത്തി ഉണ്ടാക്കി തരണം, മുട്ടക്കറി ഉണ്ടാക്കി തരണം, ദോശയുടെ കൂടെ ചമ്മന്തി കൂടുതൽ ഉണ്ടാക്കി തരണം. നല്ല അടക്കോ ഒതുക്കോ ഉള്ള ഒരു പെണ്ണ്, അതാണ് ഞാൻ അളിയന് വേണ്ടി കണ്ടെത്താൻ പോകുന്നത്. ആ ഗോമതി ചേച്ചി നമുക്ക് വേണ്ടളിയാ. എന്തുവാടാ നീ പറയുന്നേ എന്ന് ബാലൻ ചോദിക്കുക. അതിനെടുത്ത് എങ്ങോട്ടെങ്കിലും തൂക്കി എറിയുക എന്ന് പറയാം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇപ്പം തന്നെ ഒരു വക്കീലിനെ വിളിച്ച് ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ നീക്കിയാലോ എന്ന് ആകാശ് ചോദിക്കുക. നീ വളരെ ഫാസ്റ്റാടാ ആകാശേ എന്ന് പറയാം. അപ്പം ആരും പറയും, ആനന്ദേട്ടാ പെട്ടെന്ന് ഒരു വക്കീലിനെ വിളിച്ച് കാര്യമൊക്കെ റെഡിയാക്കുക, ഒരു വക്കീലിനെ വിളിച്ച് സംസാരിക്കുക ആനന്ദേട്ടാ എന്ന് പറയാം. അപ്പോൾ ആനന്ദ് ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ബാലൻ പറയും, എടാ മക്കളെ, ഇപ്പം വക്കീലിനെ ഒന്നും വിളിക്കണ്ട. ഇത് കഴിഞ്ഞ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്ന ഉടനെ ഗോമതി എടുത്ത് നമ്മൾ തൂക്കി എറിയുന്നു, ഗോമതിയെ ഡിവോഴ്സ് ചെയ്യുന്നു. അപ്പം ആനന്ദ് പറയും, അത് വേണോ അച്ഛാ, അത് വേണം. ആര്യനപ്പം ചോദിക്കും, അച്ഛൻ വാക്ക് മാറ്റരുത്. ഇല്ല, ഞാൻ ഈ പറഞ്ഞതിന് ഒരു മാറ്റവും ഇല്ല. അവൾ വേണ്ടടാ, അവളിനി നിങ്ങൾക്ക് അമ്മയായിട്ട് വേണ്ട, എനിക്ക് ഭാര്യയായിട്ടും അവളിനി വേണ്ട. എടാ ധർമ്മ, നീ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ചോണ്ട് വരണം. ഉറപ്പല്ലേ അളിയ, ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. ഉമ്മ, നീ എൻ്റെ ചക്കര അളിയന എന്നും പറഞ്ഞ് ബാലനൊരു ഉമ്മ കൊടുക്കും. നല്ല കിളി പോലൊരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചോണ്ട് വരും. എന്നിട്ട് നമ്മൾ രണ്ടുപേരോട് പോയി പെണ്ണ് കാണും. മാമ, അപ്പം ഞങ്ങളോ? അപ്പം നമ്മളെല്ലാവരും കൂടി പോയി പെണ്ണ് കാണും. നല്ല മോഡേണും പരിഷ്കാരിയുമായ പെണ്ണും, ഒരു ഗോമതി എങ്ങോട്ടെങ്കിലും പോട്ടെ എന്ന് പറയാൻ കേട്ടോ. പിന്നെ അളിയ, ആ കോമഡി സ്റ്റോറിൻ്റെ പേര് നമുക്കങ്ങ് മാറ്റണം. എടാ, നമുക്ക് അവളെ പുറത്താക്കിയ പിന്നെ ആ ഗോമതി സ്റ്റോർ എന്ന പേര് നമ്മൾ മാറ്റിയിരിക്കും, ഉറപ്പാ എന്ന് ബാലൻ പറയാം. ആ പേരും ഇനി നമുക്ക് വേണ്ട. അപ്പം ആകാശ് പറയും, അങ്ങ് അതും അങ്ങ് കളഞ്ഞേക്കാം എന്ന് പറയാം. അളെ വീണ്ടും പറയും, അളിയാ, പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ പേര് വേണം ഇന്ന് സ്റ്റോറിനിടാൻ. ഉറപ്പല്ലേ ധർമ്മ, ആ പേരാടാ ഈ നിന്റെ അളിയൻ ഇടത്തുള്ളൂ എന്ന് പറയാം. ഈ പൊന്നുപോലത്തെ അളിയനും എൻ്റെ മക്കളുമാ എൻ്റെ ധൈര്യം, എൻ്റെ സപ്പോർട്ട്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാനേ എന്നും ആ ഗോമതിയുടെ വലയിൽ തന്നെ പിടഞ്ഞു കിടന്നേനെ എന്ന് പറയാം. അതല്ലേ അച്ഛാ ഞങ്ങൾ അതിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നേ എന്ന് പറയാം. അപ്പം എൻ്റെ മക്കളുടെയും എൻ്റെ ധർമ്മൻ്റെയും അനുഗ്രഹത്തോടെ ഞാൻ നാട്ടിൽ ചെന്ന ഉടനെ തന്നെ മറ്റൊരു ജീവിതം ആരംഭിക്കുന്നതായിരിക്കും എന്ന് ബാലൻ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. ഇതേസമയം ദേവമംഗലത്ത് ഉദയഭാനു പമ്മി സുഖിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ബാലൻ്റെ റൂമിലേക്ക് കടക്കാനായിട്ട് നോക്കൂ. അവളുടെ ഒരു സിംഗപ്പൂർ ലൈസൻസ് ഇപ്പം തന്നെ കിട്ടും, ഈ പാതിരാത്രിക്ക് അവൾക്ക് ലൈസൻസ് എടുത്ത് വെച്ചിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പെട്ടെന്ന് ആ ടേബിളിലിരുന്ന ഗ്ലാസ്സുകളിൽ കൈതട്ടി അതെല്ലാം കൂടി താഴെ വീഴുക. ഈശ്വര, ഈ ഗ്ലാസ്സുകളെല്ലാം ഇവിടെ കൊണ്ട് ആരാ വെച്ചത് എന്ന് ഉദയഭാനു പറയാം. ഈ ശബ്ദം കേട്ടിട്ട് ഇനി ആരെങ്കിലും എഴുന്നേറ്റ് വരുമോ ആവോ. അപ്പോൾ പെട്ടെന്ന് ഈ സൗണ്ട് കേട്ട് നമ്മുടെ മിത്രയും മീനും എഴുന്നേക്കുക. മീനു ചേച്ചി, ഒരു ശബ്ദം കേട്ടോ എന്ന് ചോദിക്കുക. എന്തോ ഗ്ലാസ് താഴെ വീഴുന്ന പോലെ എനിക്ക് തോന്നിയേ എന്ന് മീനു പറയാം. അതെ, അങ്ങനെ എന്തോ ഞാനും കേട്ടത്, നമുക്ക് പോയി നോക്കിയാലോ എന്ന് പറയാണ്. വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഹാളിലേക്ക് ചെന്ന് അവിടുത്തെ ലൈറ്റ് ഓൺ ചെയ്യുക. അപ്പം പെട്ടെന്ന് ഉദയഭാനു മറിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഈശ്വര, ഇവളുമാർക്കൊന്നും രാത്രി ഉറക്കോ ഇല്ലേ? എന്നിട്ട് അല്ല, ഗ്ലാസ്സുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് മിത്രയപ്പം പറയണം. നമുക്കെന്നാ തോന്നിയതായിരിക്കുമോ എന്ന് മീന് ചോദിക്കാം. എന്തായാലും എഴുന്നേറ്റ് വന്നതല്ലേ, ഇച്ചിരി തണുത്ത വെള്ളം ഞാൻ കുടിക്കാം എന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് തുറന്ന് തണുത്ത വെള്ളം എടുത്ത് മിത്ര കുടിക്കാം. എന്നിട്ട് പറയും, ഉദയഭാനു അങ്കിളില്ലേ എന്ന് ചോദിക്കുക. ഈശ്വരാ, ഞാൻ പെട്ടു, അവളുമാരെന്നെ കണ്ടു എന്ന് ഉദയഭാനു പറയാം. അബദ്ധവശാൽ ഇവിടെ വന്നിരുന്നതാണെന്ന് വല്ലതും പറയാം എന്ന് പറഞ്ഞ് പതിയെ എഴുന്നേക്കാൻ തുടങ്ങുക. അയാൾക്ക് എന്താ എന്ന് അപ്പം മീന് ചോദിക്കുക. അയാളൊരു വേട്ടാവളിയനാണെന്ന് ഞാൻ പറയാൻ വരുമായിരുന്നു. അപ്പം ഇവളുമാരെന്നെ വേണോ ഈ വേട്ടാവളിയെന്ന് വിളിക്കുന്നത് എന്ന് ഉദയഭാനു മനസ്സിൽ പറയണേ. അത് നേരാ, ഒരു കോടാലി തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തതാ മീൻ ചേച്ചി, ഇന്ന് സിനിമയ്ക്ക് പോകണം, പുറത്തുനിന്ന് ആഹാരം കഴിക്കണം, എല്ലാം അയാൾ കയറി വന്ന് കോളവാക്കി കയ്യിൽ തന്നു. അത് നീ പറഞ്ഞത് നേരാ, കയ്യിൽ കാശുണ്ടെന്നേ ഉള്ളൂ, അല്പന ഒരുമാതിരി സ്വഭാവം, ഒരു വീട്ടിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണമെന്നോ യാതൊരുവിധ ബോധവും ഇല്ല. ശരിക്കും പറഞ്ഞ ഒരു മരയോന്ത അയാൾ എന്ന് മീനു പറയാണ് കേട്ടോ. അയാൾ കാരണമാണ് നമ്മുടെ എല്ലാ പ്ലാനുകളും ഇന്ന് ഫ്ലോപ്പായി പോയത്. പിന്നെ ഏടത്തിയുടെ അച്ഛനായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രം
മാത്രമാണ് ഞാൻ ക്ഷമിച്ചത് ദേവിയെടുത്തെ ഓർത്ത്. അപ്പം മിത്ര പറയും, ഓ അയാളൊരു വൈറസാ, അയാൾ കാരണം നമ്മുടെ എന്തെല്ലാം പ്ലാനുകളാ തകിടം മറിഞ്ഞതോ. ചായ കുടിച്ചു, അത് കഴിഞ്ഞു ഊണും കഴിച്ചു, അത് കഴിഞ്ഞ് ദേ അയാൾക്ക് മയങ്ങണം. എന്തൊക്കെ അയാൾ കാട്ടിക്കൂട്ടിയത്. ഇവളുമാർക്കൊക്കെ എന്നോട് ഇത്രയും നല്ല അഭിപ്രായമായിരുന്നോ എന്ന് ഉദയഭാനു അപ്പം മനസ്സിൽ പറയാൻ കേട്ടോ. മയക്കം കഴിഞ്ഞപ്പോഴെങ്കിലും അയാൾക്കൊന്ന് ഇറങ്ങിപ്പോകുമെന്ന് ഞാൻ കരുതി. എവിടെ, ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുക. നേരെ മുറിയിൽ ചെന്ന് വിളിച്ചുണർത്തി അയാളുടെ തലമണ്ടയ്ക്ക് ഒരു അടിയങ്ങ് കൊടുത്താലോ എന്ന് മിത്ര പറയുക. അപ്പം മീന് പറയും, ഹേയ് ആ പ്ലിഞ്ചിന് അങ്ങനൊരു പണി കൊടുക്കുന്നതിലൊരു തെറ്റുമില്ല, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ആ പ്ലിഞ്ചൻ അയാൾ നമ്മുടെ ഏടത്തിയുടെ അച്ഛനായി പോയില്ലേ, അതോർത്ത് നമുക്ക് ക്ഷമിക്കാം. നമ്മുടെ ഏടത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ടേ എന്ന് മീന് ചോദിക്കുക. ബാ പോയി കിടന്ന് ഉറങ്ങാം, കയറിപ്പോടി. അവളുമാരെന്നെ എന്തൊക്കെയാ വിളിച്ച്, വേട്ടാവളിയൻ, പ്ലിഞ്ചൻ. ഇവളുമാരുടെയൊക്കെ മനസ്സിൽ എന്നെപ്പറ്റി ഇത്രയ്ക്കും നല്ല അഭിപ്രായമാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറയാം. എന്നിട്ട് മീനും അവിടുന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് മിത്രയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് കയറി പോവാണേ. ഉദയഭാനു പതിയെ പമ്മി എഴുന്നേറ്റ് വരും. ഇതേ സമയം ബാലൻ്റെ മക്കളുടെ സംസാരം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പം നമ്മുടെ ആകാശ് വീഡിയോകളെല്ലാം പിടിച്ച് ഫോൺ ഓഫാക്കി വെക്കുക കേട്ടോ. ദേ അച്ഛാ, ഞങ്ങളുടെ ഈ ട്രിപ്പ് ഉണ്ടല്ലോ അച്ഛാ, അടിപൊളിയായിട്ടുണ്ട്. അച്ഛനെ നല്ല സുന്ദരനും ആക്കിയിട്ടുണ്ട്. അച്ഛനിപ്പം നല്ല സുന്ദരനായി. ഞങ്ങളുടെ മിഷൻ കംപ്ലീറ്റ്. ഏട്ടാ നമുക്കൊരു ലൈവ് പോകാം എന്ന് ആര്യം പറയാം. അപ്പം ധർമ്മം പറയും, ലൈവ് പോകണ്ട, നമ്മുടെ ഈ സന്തോഷം നാട്ടുകാർക്ക് സഹിക്കില്ല, അവർ കണ്ണു വയ്ക്കും, വെറുതെ എന്തിനാ, ചുറ്റും അസൂയക്കാരാടാ എന്ന് ധർമ്മം പറയും. അത് മാമൻ പറഞ്ഞത് ശരിയാ ഏട്ടാ, നമുക്കൊരു ലൈവ് പോകാം എന്ന് വീണ്ടും ആര്യം പറയും. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാം. അപ്പോൾ ബാലൻ പറയും, എനിക്ക് ഉറക്കം വരുന്നു. നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ എന്ന് ചോദിക്കുക ചെറുതായിട്ട്. അപ്പോൾ ആനന്ദ് പറയും, ഞങ്ങളെല്ലാവരും ഇന്ന് അച്ഛൻ്റെ കൂടെ അച്ഛനെ കെട്ടിപ്പിടിച്ചങ്ങ് കിടന്നോട്ടെ എന്ന് ചോദിക്കുക. നിങ്ങളുടെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നിങ്ങൾ എന്തിനാടാ അനുവാദം ചോദിക്കുന്നേ? വാടാ മക്കളെ വാടാ, നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞ് ബാലൻ വിളിക്കുക. എടാ ആകാശേ ഇങ്ങോട്ട് വാ, എനിക്ക് അച്ഛൻ്റെ നെഞ്ചത്ത് കിടക്കണോ അച്ഛാ എന്ന് ആനന്ദ് പറയാ. എടാ ആകാശേ ബെഡിൽ നിന്ന് ഇറങ്ങി താഴെ വാടാ, നമുക്കിന്ന് നിലത്ത് കിടക്കാം, അളിയൻ്റെ നെഞ്ചത്ത് കിടക്കാം എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് 3 മക്കളും ധർമ്മനും നമ്മുടെ ബാലനെ കെട്ടിപ്പിടിച്ച് കിടക്കാണ്. മക്കളെയും ചേർത്ത് പിടിച്ച് നമ്മുടെ ബാലനും ഉറങ്ങുവാണ് കേട്ടോ. അവർ നന്നായിട്ട് മദ്യപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോവാം. ഇതേ സമയം പമ്മി നമ്മുടെ ഉദയഭാനു ബാലൻ്റെ മുറിയിലെത്തും. ഇനി ഈ റൂമിൻ്റെ താക്കോലൊക്കെ എവിടെ കൊണ്ടേ വെച്ചിരിക്കുന്നേ എന്ന് അലമാരയെ നോക്കി പറയാം. അല്ല ഈ കുഞ്ഞു ഡ്രോയിലെങ്ങാനും വെച്ചിട്ടുണ്ടോ എന്നും പറഞ്ഞ് അത് തുറന്നു നോക്കൂട്ടോ. അവിടെ കിടന്നൊരു ടേബിളിൽ അവിടെ ഒന്നും കാണുന്നില്ല. ഇതിന് എവിടെ കൊണ്ട് ഈ ബാലൻ വെച്ചിരിക്കുന്നത്? എടാ ബാല, എൻ്റെ 10 ലക്ഷം രൂപയുടെ സ്വർണ്ണം നീ എവിടെ കൊണ്ട് പുകഴ്ത്തി വെച്ചിരിക്കുകയാടാ ബാല, ഇനിയിപ്പോൾ ഈ അലമാര തന്നെ ആയിരിക്കും, ഇതെങ്ങനെയാ തുറക്കുക എന്നും പറഞ്ഞ് പതിയെ പമ്മി അത് തുറക്കാനായിട്ട് ചെല്ലാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഡ്രസ്സ് വെച്ചിരിക്കുന്ന ഡോറൊക്കെ തുറന്നു വരും. ഇതിനകത്തൊന്നും ഇരിപ്പില്ല, ഇതിലൊക്കെ തുണിയാണല്ലോ. പെട്ടെന്ന് ലൈറ്റ് തെളിയുക. അപ്പം ഉദയഭാനു ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഈശ്വര പിടിക്കപ്പെട്ടു എന്നും പറഞ്ഞ് തിരിയുമ്പോൾ നമ്മുടെ ദേവിയാണ് കേട്ടോ ലൈറ്റ് ഇടുന്നത്. ദേവിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി അച്ഛൻ്റെ മുന്നിലേക്ക് അങ്ങ് കയറി നിൽക്കുക. മോളെ ദേവി, നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുക. അപ്പം ദേവി ഒന്നും മിണ്ടില്ല. മോളെന്താ അച്ഛനെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പം ദേവി ദേഷ്യപ്പെട്ടുകൊണ്ട് ഉദയഭാനുവിൻ്റെ അടുത്തേക്ക് വരിക. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എന്നും പറഞ്ഞ് ഉദയഭാനുവിൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ദേവി പുറത്തേക്ക് പോവാ. എന്നിട്ട് വാതിലടിക്കും. ഇറങ്ങാനാ പറഞ്ഞത്, മുറ്റത്തോട്ട് ഇറങ്ങാനാ അച്ഛനോട് ഞാൻ പറഞ്ഞേ എന്ന് പറയാ. എന്താ മോളെ, അച്ഛന് നാണമുണ്ടോ അച്ഛ എന്ന് ദേവി ചോദിക്കുക. എൻ്റെ സുഖവിവരം അന്വേഷിക്കാനൊന്നും പറഞ്ഞ് വന്നത് ഇതിനായിരുന്നല്ലേ എന്ന് ചോദിക്കാം. ബാലച്ചൻ്റെ റൂമിൽ മോഷണം നടത്താൻ? അയ്യോ മോളെ, ഒരിക്കലുമല്ല എന്ന് പറയാ. ദേ എൻ്റെ വായിലിരിക്കുന്നതൊന്നും കേൾക്കണ്ടെങ്കിൽ പൊയ്ക്കോ, മോഷ്ടിക്കാനല്ലല്ലേ നിങ്ങൾ വന്നത്, പിന്നെ എന്തിനാ ഈ പാതിരാത്രി ബാലച്ചൻ്റെ മുറിയിലേക്ക് അച്ഛൻ കയറിയത്? അങ്ങനെ ചോദിക്കുക. മോളെ, നമ്മുടെ ബാലൻ്റെ വാസ്തു തെറ്റിക്കിടക്കുക. വാസ്തു തെറ്റിന്നോ? മോളെ, ഒരു റൂം 10ക്ക് 10 ആയിരിക്കണം. നമ്മുടെ ബാലൻ്റെ റൂം 10ക്ക് 8 ഉള്ളൂ മോളെ, 8 ഉള്ളൂ. അതുകൊണ്ടാ ഇവിടെ ഇങ്ങനെ ഓരോ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഈ വാസ്തു തെറ്റായത് കൊണ്ടാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയാം. അപ്പൊ തുറച്ചു നോക്കൂട്ടോ ദേവി, എൻ്റെ ബാലനും ഗോമതിക്കും ആ റൂമിൽ കിടന്ന ഒരിക്കലും മനസ്സമാധാനം കിട്ടാൻ പോകുന്നില്ല മോളെ. മോഷ്ടിക്കാനല്ല മോളെ ഞാൻ അവിടെ കയറിയത്, വാസ്തു ശരിയാക്കാനാ അച്ഛൻ ആ മുറി കയറിയത്.
ദേ അച്ഛാ, കള്ളത്തരം കയ്യോടെ പിടിക്കുമ്പം എൻ്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിച്ചാലുണ്ടല്ലോ, ഞാൻ വല്ലതൊക്കെ ചെയ്തു പോകും. വാസ്തു ശരിയാക്കാൻ പോയതാണല്ലേ ഈ പാതിരാത്രിക്ക് അച്ഛൻ. അച്ഛൻ്റെ സകല തരികട എന്നോട് തന്നെ അച്ഛൻ ഇങ്ങനെ പറയണോ അച്ഛാ? അത് ഞാൻ ഇപ്പം വിശ്വസിക്കും. ഓ, നിങ്ങളെ കൊണ്ട് ഞാൻ മടുത്തു. സത്യത്തിൽ അച്ഛൻ ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടല്ലോ, ഉള്ളുകൊണ്ട് ഞാൻ എന്തോരം സന്തോഷിച്ചെന്നറിയാവോ എന്ന് ദേവി ചോദിക്കുക. അച്ഛൻ്റെ മനസ്സിൽ എന്നെ ഓർത്തുള്ള ആദ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് അച്ഛൻ എൻ്റെ വിവരം അന്വേഷിക്കാൻ ഇങ്ങോട്ട് വന്നല്ലോ എന്നൊക്കെ ഞാൻ കരുതി. പക്ഷേ അതൊക്കെ വെറുതെ ആയിരുന്നെന്ന് എനിക്കിപ്പം മനസ്സിലായി. അച്ഛൻ വേറെ ലക്ഷ്യങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ നിങ്ങളുണ്ടല്ലോ, ശരിക്കും നിങ്ങൾ ഒരു കാലത്തും നന്നാവില്ല, അതെനിക്ക് മനസ്സിലായി. ഉദയഭാനു എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. കുതന്ത്രങ്ങളും കള്ളത്തരങ്ങളും നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു പോയിരിക്കുക. അതൊരിക്കലും മാറാൻ പോകുന്നു. ദൈവം തമ്പുരാൻ വിചാരിച്ച പോലും ഇനി നിങ്ങളെ നന്നാക്കാൻ പറ്റില്ല. മോളെ ദേവി, അച്ഛൻ ചെയ്യുന്നതൊന്നും ശരിയാണെന്ന് ഞാൻ ബാധിക്കുന്നില്ല. പക്ഷെ അച്ഛൻ ചെയ്യുന്നതൊക്കെ നിന്റെ ഭാവിക്ക് വേണ്ടിയാ. ഓ മതി, എൻ്റെ ഭാവി നന്നാക്കിയതോളം മതി. ഇപ്പം നന്നാക്കി നന്നായിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇനിയും അച്ഛൻ ചെയ്യുന്ന തെറ്റുകളുടെ ഫലമെല്ലാം എൻ്റെ തല കെട്ടി വെക്കരുത് എന്ന് ദേവി പറയാം. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ